Hello everyone. If you like this video, please subscribe our channel and also bell icon for regular updates. Here today, introduce this video, we could understand basic concept of income tax. This subject comes in PG and degree level student. It is not for tough subject. It is quite interesting and very easy also if we focus. You have to follow one of the important things that by the same year books, old book is not applicable here. Why? Because of every year syllabus can be changed. Okay, everyone listen here. Let's start our class. ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇൻകം ടാക്സ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിനാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അവരെ 5th and 6th സെം എങ്ങാണ്ടുമാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ടാക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് വളരെ ഈസിയാണ്, ടഫാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ ഈസി ആയിട്ടും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്താണ് ടാക്സ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. What is income tax? You heard about from many people like your parents and news, and every year tax will be changing like this. First of all, you must what is no income tax. It is very much important source of every government. How the government getting the finance, how the government in accumulated capital, this is through income tax only. Every person who is earning some money, it may be through job, through the business or income from various sources, he is liable to pay the income tax to the government. Every year, every person has to pay income tax. അതായത് ഇവിടെ എന്താണ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഈസ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ബൈ ദി ഗവൺമെൻറ് ഫ്രം ദി പീപ്പിൾ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഗവൺമെൻറ്റാണ് നമ്മുടെ ഈ രാജ്യത്തെ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഫണ്ട് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകളിൽ നിന്നും നിർബന്ധമായിട്ടും ഈടാക്കുന്ന ഒരു എമൗണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ടാക്സ് കൊടുക്കണമെന്നില്ല, പക്ഷേ ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിലധികം ഒരാൾക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ ഹി ഈസ് ലയബിൾ ടു പേ ദി ടാക്സ്. Next point is tax is imposed by central government, state and local government. It is duty of people to pay the tax and it is the right of government to levy tax. എന്താണ് ഇവിടെ പറയുന്നത്? ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. ജനങ്ങളിലേക്ക് ടാക്സ് ഈടാക്കുന്നത് ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ ലോക്കൽ ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ലൈക്ക് ദാറ്റ്. ഇവർ 3 പേരാണ് ടാക്സ് എന്ത് ചെയ്യുന്നത്? ജനങ്ങളിലേക്ക് ഈടാക്കുന്നത്. അതുപോലെ ജനങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് ടാക്സ് പേ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിന് അധികം ഇൻകം വന്നിട്ട് പോലും നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു റൈറ്റും ആർക്കുണ്ട്? ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. Next important term is financial year. It is nothing but financial year is the period between 1st April to 31st March. The financial year is the year in which a taxpayer earns his income. During this period, whatever income earned by every person, they have to pay this period income only. Before that period, we don't consider. Every year it will be changing. Financial year is consist of previous year and assessment year. Previous year means it is financial year in which the assessee earns income. Assessment year is the financial year in which the income of the assessee earned during the previous year is evaluated and taxed. അതായത് നെക്സ്റ്റ് നമ്മുടെ ടാക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഇയർ. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബേസിലാണ്. ഫിനാൻഷ്യൽ ഇയറിനെ നമുക്ക് അക്കൗണ്ടിങ് ഇയർ എന്നും പറയാം. നമ്മുടെ കലണ്ടർ ഇയർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച്. ഫിനാൻഷ്യൽ ഇയർ എപ്പോഴും ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. കലണ്ടർ ഇയർ പോലെയല്ല, ജനുവരിയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയറിനെ ടാക്സിൽ 2ആയിട്ടാണ് കാണിക്കുന്നത്, പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഇയർ. അതായത് നമുക്ക് ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയറിനെ പ്രീവിയസ് ഇയർ എന്നും, അതുപോലെ ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇൻകത്തിൻ്റെ മേലെ ടാക്സ് അടക്കുന്നില്ല, അത് നമ്മൾ നെക്സ്റ്റ് ഇയറിലാണ് ടാക്സ് അടക്കുന്നത്. ഈ നെക്സ്റ്റ് ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഇയറാണ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്.
ഇപ്പോഴത്തെ കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021 to 2022, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April to 31st March. അതിൻ്റെ തൊട്ട് മുന്നുള്ള ഇയറായ പ്രീവിയസ് ഇയറാണ് 2020 to 2021. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 1st April to 31st March. ഇവിടെ പ്രീവിയസ് ഇയറായ 2021 ടാക്സ് ലയബിലിറ്റി അടയ്ക്കേണ്ടത് അസസ്മെൻറ്റ് ഇയറായ 21 to 22 Hi dears, I hope you understand what is financial year and assessment year and previous year. Then we are going to next topic, types of income tax. There are two types of tax which government collect. First one is direct tax and indirect tax. What is direct tax? Direct tax is nothing but there is no intermediary between the taxpayer and government. Here the person pay the tax directly to the government. It cannot be shifted to someone else. Simply means that person pay the tax from own pocket. Example for income tax, wealth tax and estate tax. Next one is indirect tax. Indirect tax means what? There is intermediary between the government and taxpayer. The taxpayer indirectly pay the amount to the government. That means the person collect the tax from customers pays to the government. It can be shifted from one taxpayer to another. Example for sales tax, service tax, custom duty, etc. എന്താണ് ഡിറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു വ്യക്തി ഗവൺമെൻറ്റിന് നേരിട്ടാണ് ടാക്സ് കൊടുക്കുന്നത്. ഒരു തേർഡ് പാർട്ടി ഇതിൽ വരുന്നില്ല. നേരിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിറക്റ്റ് ടാക്സ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻകം ടാക്സ് എടുക്കാം. ഇൻകം ടാക്സ് നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെങ്കിലും, അതായത് സാലറിയിലൂടെ ആവാം, ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിലൂടെ ആവാം, ഏത് രീതിയിലാണെങ്കിലും ഈ ഇൻകത്തിൻ്റെ മേലിൽ നമ്മൾ ടാക്സ് അടക്കുന്നത് നേരിട്ടാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടീസ് വരുന്നില്ല. അപ്പോൾ ഡിറക്റ്റ് ടാക്സിന് നമുക്ക് ഉദാഹരണമായിട്ട് ഇൻകം ടാക്സ് എടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡിറക്റ്റ് ടാക്സ്. ഇൻഡിറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഡിറക്റ്റ് ടാക്സിൻ്റെ ഓപ്പോസിറ്റാണ്. നമുക്ക് ഒരിക്കലും നേരിട്ട് ടാക്സ് അടക്കാൻ കഴിയില്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. ഒന്നെങ്കിൽ ട്രേഡേഴ്സ് ആവാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആവാം. എക്സാമ്പിളായിട്ട് നമുക്ക് GST എടുക്കാം. GST എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ പ്രൊഡക്റ്റിൻ്റെ മേലെ നമ്മളൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ നേരിട്ടല്ല കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ട്രേഡേഴ്സ് വഴിയാണ്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് വഴിയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ഇതിനെയാണ് ഇൻഡിറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. Listen here. Next important term is tax slab system. What is tax slab system? Indian income tax levies tax on individual taxpayers on the basis of slab system. That means different tax rates are prescribed for different ranges of income. Tax rate keep increasing with an increased income of the taxpayer. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഇൻകം ടാക്സ് സ്ലാബിനെ കുറിച്ചാണ്. ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നത് ഈ സ്ലാബിൻ്റെ ബേസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും ടാക്സ് കൊടുക്കണമെന്നില്ല. ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റിലധികം ഒരാൾക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ അവർ മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. എന്താണ് ആ പ്രിസ്ക്രൈബ് ലിമിറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഈ സ്ലാബിൽ പറയുന്നത്. ഈ സ്ലാബിൽ 3 രീതിയിലാണ് ഈ സ്ലാബിൽ കാണിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ, പിന്നെ സീനിയർ സിറ്റിസൺ, നെക്സ്റ്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ. 60 വയസ്സിന് താഴെയുള്ളവരാണ് ഈ ഇൻഡിവിജ്വൽ എന്ന ഗ്രൂപ്പിൽ പെടുന്നത്. സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവരെയാണ്. അതുപോലെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിലുള്ളവർ. ഗവൺമെൻറ് ടാക്സ് ഫയൽ ചെയ്യുന്നത് ഈ 3 ഗ്രൂപ്പിനും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ സ്ലാബിൽ ഇത് 3 ഗ്രൂപ്പായിട്ട് തന്നെ കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് അപ് ടു ₹2,50,000 നിൽ ഇൻ ദി കേസ് ഓഫ് ഇൻഡിവിജ്വൽ, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ. അതായത് ഒരു വർഷത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഇൻകം 2,50,000 ഉള്ളൂ, അതിൽ കൂടുതലില്ല എങ്കിൽ നമുക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അത് ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിലും, സീനിയർ സിറ്റിസൻ്റെ കേസാണെങ്കിലും, സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ കേസാണെങ്കിലും ടാക്സ് കൊടുക്കേണ്ട. 2,50,000 മുകളിലാണെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി 2,50,000 to ₹3,00,000 ആണ് നമ്മുടെ ഇൻകം വരുന്നതെങ്കിൽ, അതിനിടയിലാണ് നമ്മൾ ഇൻകം വരുന്നതെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 5% ടാക്സ് അടക്കണം. സീനിയർ സിറ്റിസന് അതുപോലെ സൂപ്പർ സീനിയർ സിറ്റിസനും കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ₹3,00,000 to ₹5,00,000. അതായത് ഇൻഡിവിജ്വലിൻ്റെ കേസിലും 5% ആണ്, സീനിയർ സിറ്റിസൻ്റെ കേസിലും 5% ആണ് ടാക്സ് അടക്കേണ്ടത്. എന്നാൽ സൂപ്പർ സീനിയർ സിറ്റിസന് ഇവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ പറയുന്നത്
₹5 lakh to ₹10 lakh 5 lakhനും 10 lakhനും ഇടയിലാണ് നമുക്ക് ഇൻകം വരുന്നതെങ്കിൽ 3 പേരുടെ കേസിലും 20% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ലാസ്റ്റ് പറയുന്നത് എബോവ് 10 lakh 10 lakhന് മുകളിലാണ് നമുക്ക് ഇൻകം വരുന്നതെങ്കിൽ, ഒരു വർഷത്തിൻ്റെ കേസാണ് പറയുന്നത്. ഇൻകം 10 lakhന് മുകളിലാണ് വരുന്നതെങ്കിൽ 3 പേരുടെ കേസിലും 30% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരാൾക്ക് ഒരു വർഷത്തിൽ 2,50,000 മുകളിൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടാക്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും ടാക്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. Please wait for that session. This is small introduction of income tax. Coming class will discussing more. Till then, watch this video. Thank you so much. If you like this video, please share and subscribe.